തിരുവനന്തപുരത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആ വാദം അത് പരിഗണിക്കുകയാണ്. അടച്ചിട്ട മുറിയിലാകണം വാദം നടക്കേണ്ടത് എന്നുള്ള ആവശ്യം അത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്മേലുള്ള കോടതി തീരുമാനം ആദ്യം വരും. അതിനുശേഷം മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതിയുടെ തീരുമാനം. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കും എന്നുള്ളത്. ആ ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആവശ്യം പ്രോസിക്യൂഷനും ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചതാണ്. അടച്ചിട്ട മുറിയിലായിരിക്കണം വാദം നടക്കേണ്ടത് എന്നുള്ളത്. അതിപ്പോൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, അങ്ങനെ അതിൽ തീരുമാനമായിരിക്കുന്നു, അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കും. ഇനി അടുത്ത നടപടികൾ എങ്ങനെയാണ്? വിശദാംശങ്ങൾ. സ്വാഭാവികമായും ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എപ്പോൾ പരിഗണിക്കുമെന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള ചോദ്യം. ആദ്യം പരിഗണിച്ചത് ഈ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണം എന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും പ്രോസിക്യൂഷന്റെയും ഹർജിയായിരുന്നു. ആ ഹർജി ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ആ ഹർജി അംഗീകരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വകാര്യ വിവരങ്ങൾ, വ്യക്തി വിവരങ്ങൾ, അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് പുറത്തേക്ക് വന്നാൽ ഇത് പ്രചരിപ്പിക്കുന്ന വിധമടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇരുപക്ഷവും, രാഹുൽ മാങ്കൂട്ടത്തിലും അതേപോലെ തന്നെ പ്രോസിക്യൂഷനും അടച്ചിട്ട മുറിയിൽ ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് മതി എന്നുള്ള കാര്യം ഹർജിയായി കോടതിയെ അറിയിച്ചത്. ഇക്കാര്യത്തിൽ ഒരു ചെറിയ രീതിയിലുള്ള വാദങ്ങൾ കോടതിയിൽ നടന്നു. മാത്രമല്ല ഇതിൽ രണ്ടു കക്ഷികളും, അതായത് ഈ പെൺകുട്ടിക്ക് വേണ്ടി ഹാജരാകുന്ന പ്രോസിക്യൂഷനും അതേപോലെ തന്നെ പ്രതിഭാഗവും സമാന ആവശ്യം ഉന്നയിച്ചത് കൊണ്ട് തന്നെ അത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു തീരുമാനം. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ മുൻപൊക്കെ കേട്ടതുപോലെ തന്നെ മറ്റു പല കേസുകളിലും കേട്ടതുപോലെ ഇനിയിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദം അത് അടച്ചിട്ട മുറിയിലായിരിക്കും. പ്രോസിക്യൂഷൻ അഭിഭാഷകൻ അതേപോലെ തന്നെ പ്രതിഭാഗം അഭിഭാഷകൻ, ജഡ്ജ്, ഇവർ മാത്രമായിരിക്കും ഇനി കോടതി മുറിക്കുള്ളിൽ ഈ വാദം കേൾക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതും നമുക്ക് ഈ മിനിറ്റിൽ പറയാം. ഇനി അടുത്ത നിർണായകമായി മാറുക രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ്. ആ ജാമ്യാപേക്ഷയിൽ കൃത്യമായിട്ടുള്ള വാദങ്ങൾ അല്പസമയത്തിനുള്ളിൽ സെഷൻസ് കോടതിയിൽ ആരംഭിക്കും എന്നുള്ള വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അതിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാം. അതായത് ഈ പുറത്തേക്ക് മുൻപ് പ്രചരിച്ച ശബ്ദരേഖ അത് മാധ്യമങ്ങളോട് തന്റേതാണോ അല്ലയോ എന്ന് വ്യക്തമാക്കാതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയിലായിരുന്നു അങ്ങനെ ഒരു ശബ്ദരേഖ തന്റെയാണെന്നും മാത്രവുമല്ല ഈ പെൺകുട്ടിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതിനെ ക്രോസ് ചെയ്യുന്ന ചില വിവരങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് അവർ ശേഖരിച്ച തെളിവുകൾ നിരത്തി ഒരു കാരണവശാലും മുൻകൂർ ജാമ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ അർഹനല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കും. പോലീസ് ഇപ്പോൾ സംസ്ഥാനത്തിന് പുറത്തടക്കം നടത്തുന്ന പലതരത്തിലുള്ള അന്വേഷണങ്ങൾ, അതായത് ഈ പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, സംസ്ഥാനം വിട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് പ്രോസിക്യൂഷൻ നിരത്തും. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്നലെ പുതുതായി KPCC പ്രസിഡന്റ് വന്ന അതിപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിന് കൈമാറിയ പരാതിയെക്കുറിച്ചും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ അറിയിക്കും. മുൻകൂർ ജാമ്യാപേക്ഷ തടയാൻ വേണ്ടി അത് വാദിക്കുമെന്നുള്ളത് ഏറ്റവും ഉറപ്പാണ്. കാരണം ഇതിനോടകം തന്നെ പുതിയ അന്വേഷണ സംഘത്തിന്, അതല്ലെങ്കിൽ ഈ അതിജീവിതയുടെ പരാതി അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിന്, പ്രത്യേക സംഘത്തിന് ഈ പരാതി സംസ്ഥാന പോലീസ് മേധാവി കൈമാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കണമെന്നും മുൻകൂർ ജാമ്യത്തിന് ഈ പ്രതി അർഹനല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് പ്രോസിക്യൂഷൻ വാദിക്കും. പുതിയ പരാതിയിലും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഒരുപക്ഷെ കോടതിയെ ബോധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതണോ ഷഫീദ്? പ്രോസിക്യൂഷൻ അനുജ ഉറപ്പായിട്ടും അക്കാര്യം കൂടി ബോധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. കാരണം ഇയാളൊരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കോടതിയെ ധരിപ്പിച്ചിട്ടായിരിക്കും ഈ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള ആവശ്യകത പ്രോസിക്യൂഷൻ ധരിപ്പിക്കുക. അതിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അത് KPCC അധ്യക്ഷന്റെ പക്കൽ മാത്രം നിൽക്കുന്ന ഒരു പരാതിയല്ല, പകരം സംസ്ഥാന പോലീസ് മേധാവി വഴി ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന പുതിയ സംഘത്തിന്റെ പക്കലേക്ക് ഈ പുതിയ പരാതി, അതായത് 23 വയസ്സുകാരിയുടെ പരാതിയും എത്തിയിട്ടുണ്ട്. സമാന സ്വഭാവമാണ് ആ പരാതിക്കും, അതായത് അതിജീവിതം ഉന്നയിച്ച അതേ സ്വഭാവത്തിലുള്ള ഒരു കേസ് കൂടിയാണ്. അത് വിവാഹ വാഗ്ദാനം നൽകൽ, മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കൽ, അതിനുശേഷം ഭീഷണിപ്പെടുത്തൽ. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അടച്ചിട്ട കോടതി മുറിയിലാകണം വാദം നടക്കേണ്ടത്, മുൻകൂർ ജാമ്യ ഹർജിയിന്മേലുള്ള വാദം എന്നുള്ള ആവശ്യം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചിരുന്നു, പ്രോസിക്യൂഷനും ഉന്നയിച്ചിരുന്നു. ആ വാദം അംഗീകരിച്ചിരിക്കുന്നു കോടതി. അടച്ചിട്ട മുറിയിലായിരിക്കും തുടർന്നുള്ള വാദം നടക്കുന്നത്. മുൻകൂർ ജാമ്യ ഹർജി അല്പസമയത്തിനകം തന്നെ കോടതി പരിഗണിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.